2023 പ്രിലിംസിലെ ക്വസ്റ്റ്യൻ ആണ്. അതിനകത്ത് പറയുന്നത് ഒരു വർക്കിൻ്റെ 1/3 എയ്ക്ക് ചെയ്യാൻ 32 ദിവസം, ബിക്ക് 37.5%. 37.5 എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം 3/8 ആണ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രാക്ഷൻ. ഓക്കെ, അത് ചെയ്യാൻ ബിക്ക് 24 ദിവസം, സിക്ക് 60% വർക്ക് ചെയ്യാം. 60% എന്ന് പറയുമ്പോൾ നമുക്കറിയാം 3/5 ആണ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രാക്ഷൻ. അത് ചെയ്യാൻ സിക്ക് 48 ദിവസം. ബിയും സിയും കൂടി വർക്ക് സ്റ്റാർട്ട് ചെയ്തു, എക്സ് ദിവസം ചെയ്തു. അത് കഴിഞ്ഞിട്ട് ബി ലെഫ്റ്റ് ചെയ്തു, എയും സിയും കൂടി ആ ഒരു വർക്ക് X+8 ദിവസം കൂടി ചെയ്തിട്ട് കംപ്ലീറ്റ് ആയി. ദെൻ ഇവരുടെ വർക്കിൻ്റെ റേഷ്യോ 9:11 ആണ്. അത് ചോദിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3.5x ഡേയ്സിൽ ബി എത്ര ഭാഗം വർക്ക് ചെയ്ത് തീർക്കുമെന്ന്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന 1/3 വർക്ക് ചെയ്യാനായിട്ട് എയ്ക്ക് 32 ദിവസം, അതായത് 1/3 ഭാഗം. ടോട്ടൽ വർക്ക് 3 ആണെങ്കിൽ അതിലൊരു ഭാഗം ചെയ്യാനായിട്ട് 32 ദിവസം. അപ്പോൾ ടോട്ടൽ വർക്ക് 3 ചെയ്യാൻ എത്ര ദിവസമായിരിക്കും? 32 × 3. 32 × 3 എന്ന് പറയുമ്പോൾ തന്നെ 96. ഓക്കെ, ഇനി ബീൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ 3/8 വർക്ക്, അതായത് മൊത്തം വർക്ക് 8 ആണെങ്കിൽ അതിൻ്റെ 3 ഭാഗം ചെയ്യാനായിട്ട് 24. ഒരു ഭാഗം ചെയ്യാനായിട്ട് 8, ഒരു ഭാഗം ചെയ്യാനായിട്ട് 8 ആണെങ്കിൽ 8 വർക്ക്. ടോട്ടൽ വർക്ക് അവിടെ 3/8 എന്ന് പറയുമ്പോൾ താഴെയുള്ളത് വേണം ടോട്ടൽ വർക്കായിട്ട് എടുക്കാൻ. അപ്പോൾ അത് ചെയ്യാൻ 64 ദിവസം. ഇനി സീൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ 5 ഭാഗം വർക്കിൽ 5 ടോട്ടൽ വർക്കിംഗ് എങ്കിൽ അതിൽ 3 ഭാഗം ചെയ്യാൻ 48. സോ സിക്ക് ഒരു ഭാഗം വർക്ക് ചെയ്യാനായിട്ട് 16 ദിവസം എടുക്കും. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ വർക്കായിട്ടുള്ള 5 ചെയ്യാനായിട്ട് 80 ദിവസം എടുക്കും. ഓക്കെ, ഇനി എ ബി സി. എക്ക് 96 ദിവസം, ബിക്ക് 64 ദിവസം, സിക്ക് 80 ദിവസം. ടോട്ടൽ വർക്ക് എന്ന് പറയുമ്പോൾ എഫിഷ്യൻസി എടുത്ത് വെക്കുക. എഫിഷ്യൻസി എന്ന് വയ്ക്കുമ്പോൾ ഇതെല്ലാം 16ൻ്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ 16 × 6 ടോട്ടൽ വർക്ക് എന്ന് പറയുമ്പോൾ LCM എടുക്കുക. LCM എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ 96, 64, 80ൻ്റെ LCM. ഓക്കെ, ഇത് 16 ആണ് ടോട്ടൽ വർക്ക്. 16 എല്ലാത്തിലും കോമൺ ആണ്. 16 × 6, 16 × 4, 16 × 5. അപ്പോൾ ഞാൻ ഇവിടെ 16 × 6 കെപ്റ്റ് ചെയ്ത് വെച്ചു, LCM കണ്ടുപിടിക്കാനുള്ള എളുപ്പവഴിയാണ്. ഇനി ഇതിനകത്ത് 16 × 4 ആണ്. 16 × 4 16 ഉണ്ട്, ഇതിനകത്ത് ഒരു 4 ഒരു 2 കിടപ്പുണ്ട്, അപ്പോൾ ഒരു 2ൻ്റെ കൂടെ ആവശ്യമുണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16 × 5 ആണ്. ഓക്കെ, 16 ഓൾറെഡി എടുത്തിട്ടുണ്ട്, 5 നമ്മൾ ഇവിടെ എടുത്തിട്ടില്ല. സോ ഒരു 5ൻ്റെ ആവശ്യം ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ 96, 10, 960 ആയിരിക്കും ടോട്ടൽ വർക്ക്. 960 ആയിരിക്കും ടോട്ടൽ വർക്ക്. അങ്ങനെയാണെങ്കിൽ എഫിഷ്യൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം ചെയ്യുന്ന വർക്ക്. അപ്പോൾ ടോട്ടൽ വർക്ക് 960 ആണ്. 96 ദിവസം അവൻ എടുക്കുമെങ്കിൽ 960/96, 10 ദിവസം എടുക്കും. ഇവിടെയാണെങ്കിൽ 960/64, 15 ദിവസം എടുക്കും. ഇവിടെയാണെങ്കിൽ 960/80, 12 ദിവസം എടുക്കും. ഓക്കെ, ഇനി പറഞ്ഞിരിക്കുന്നത് ബിയും സിയും ചെയ്ത വർക്കിൻ്റെയും എയും സിയും ചെയ്ത വർക്കിൻ്റെയും റേഷ്യോ പറഞ്ഞിട്ടുണ്ട്. 9:11 എന്ന്. ഓക്കെ, ബിൻ്റെ എഫിഷ്യൻസി 15ഉം സിൻ്റെ എഫിഷ്യൻസി 12ഉം ആണെങ്കിൽ അവർ ഒരു ദിവസം 15, 12, 27 വർക്ക് ചെയ്യും. അങ്ങനെ X ദിവസം വർക്ക് ചെയ്യുന്നുണ്ട്. ദെൻ എയിൻ്റെയും സിൻ്റെയും 10ഉം 12ഉം ആണ്. സോ 22 ആണ് ഒരു ദിവസം ചെയ്യുന്നത്. അവരങ്ങനെ X+8 ദിവസം വർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആക്ച്വലി ഇതിൻ്റെ റേഷ്യോ ആണ് 9:11. ഓക്കെ, കട്ട് ചെയ്യുന്നതെല്ലാം കട്ട് ചെയ്ത് കളയാം. ഇവിടെയാണെങ്കിൽ 3 വരും, ഇവിടെയാണെങ്കിൽ 2 വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 3x = 2 × X+8 അല്ലെങ്കിൽ 2x+16 എന്ന് പറഞ്ഞ് കിട്ടും. എക്സിൻ്റെ വാല്യൂ അതിൽ നിന്ന് 16 എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, ഇനി 3.5 × X ദിവസം സി എത്ര ഭാഗം വർക്ക് ചെയ്തു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അതിന് നമ്മൾ എഫിഷ്യൻസി നമ്മൾ ജസ്റ്റ് ഡേയ്സ് വെച്ച് ഇക്വേറ്റ് ചെയ്യണം. ഫുള്ള് വർക്ക് ചെയ്യാനായിട്ട് അവൻ 96 ദിവസം എടുക്കും. അങ്ങനെയാണെങ്കിൽ 3.5 × 16 ഫുള്ള് വർക്ക് ചെയ്യാനായിട്ട് സിക്ക് 80 ദിവസം എടുക്കും. അങ്ങനെയാണെങ്കിൽ 3.5 × അവൻ്റെ എക്സ് 16, 3.5 × 16 അവൻ എത്ര വർക്ക് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കട്ട് ചെയ്യാമെന്നെല്ലാം കട്ട് ചെയ്യാം. 5, 3.5/5. 3.5/5 എന്ന് പറയുമ്പോൾ 2 മുകളിലും താഴെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 7/10 പാർട്ട് വർക്കായിരിക്കും ചെയ്യുന്നത്.